ഹായ് ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാളായി ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ചാനൽ തുടങ്ങി ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ ഞങ്ങൾ കുക്കിംഗ് വീഡിയോ മാത്രമേ ചെയ്തിട്ടിരുന്നത്. ആ സമയത്ത് നമ്മളുടെ ഫോളോവേഴ്സായ നമ്മുടെ കൂടിയ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. ഏതൊരു പേര് കൊറിയാൻഡർ ചിക്കൻ. അപ്പം അവൾ പറയുന്നെങ്കിൽ നമുക്കൊരു വീഡിയോ ആക്കി എന്തായാലും വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളൊരു വീഡിയോയിലായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കോൺഫ്ലവർ പൊടിയാണ് ആദ്യം എടുക്കുന്നത്. കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ എല്ലാം കുറച്ചിട്ടാൽ മതി, കുറച്ച് മൈദ. ഇനി നമുക്കൊരു മുട്ട. ഇതൊരു 4 പേർക്ക് 5 പേർക്കൊക്കെ തിന്നാം. ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് നോക്കിയിട്ടിട്ടാൽ മതി. നമുക്ക് ഇനിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഉപ്പും കുറച്ചിട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതുപോലെ കൈ കൊണ്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു റീൽ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേണം നമുക്ക് ഓവർനൈറ്റ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ സോക്ക് ചെയ്ത് നമുക്ക് സമയമില്ല. അവിടെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സോക്ക് ചെയ്യുന്നില്ല. പുതിയ ലൈറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ലൈറ്റർ ഇതുണ്ട ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ലൈറ്ററാണ്. നമ്മളിത് ഇങ്ങനെ നെക്കി പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലെയിം ഇത് നമ്മളിങ്ങനെ ഓണാക്കി ഇങ്ങനെ വെക്കുമ്പോൾ തീ വരും. ഇത് കുത്തിയിട്ട് വയ്ക്കും. പിന്നെ വെള്ളം കൊള്ളാൻ പാടില്ല. ചാർജബിൾ. ഇത് 157 രൂപ. വേണമെന്നുള്ളവർക്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിന്റെ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പോഴും 157. ചിലർക്ക് പല റേറ്റിലുണ്ട്. പക്ഷെ എൻ്റെ ആ ലിങ്കിൽ കൂടെ കയറി നോക്കിയാൽ 157 രൂപ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ എനിക്ക് ഏതായാലും. പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഇച്ചിരി കൂടെ ബെറ്റർ. നമ്മൾ എണ്ണയൊന്ന് ഒഴിച്ച് നമുക്ക് ഫ്ലെയിം വെച്ച് കൂട്ടി വെക്കാം. അത് എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിലോട്ട് ഇട്ടിടാം. കോൺഫ്ലവർ കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് സിമ്മിൽ ഇട്ടാൽ മതി. കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മുരിഞ്ഞ് വരുന്നത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശരിക്കും വെന്തിട്ടില്ലത്, പക്ഷേ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നത് നമ്മുടെ കോൺഫ്ലവർ പൊടി മൈദാക്കി ഇട്ടതുകൊണ്ട്. ഓ അതിന് കൊതിയനാ കൊതിയൻ. നമുക്ക് ഇതേ കോരി എടുക്കാതെ എണ്ണേന്ന്. കൊതിച്ച് വേറെ ആളുണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഏത്തക്ക കഴിച്ചോണ്ടിരിക്കുക. അവസാനത്തെ കടമ്പ് കിടക്കുക. വെന്ത് വേറൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ. ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. വെളിച്ചെണ്ണ റേറ്റ് എല്ലാവർക്കും അറിയില്ല. അതിന് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് ചൂടായി വരട്ടെ. തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അത് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇടുവാണ്. അത് വെച്ച് ഫ്ലെയിം ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഒരു ടേസ്റ്റ് കുരുമുളക് പൊടി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്, ടേസ്റ്റ് ആയിരിക്കും. തൈരാണേ കുറച്ച് ചേർക്കുന്നുള്ളൂ. ആ വീഡിയോയ്ക്കകത്തൊരു തൈരെന്ന് പറഞ്ഞു പുളിയുള്ള തൈരാണോ പുളിയില്ലാത്ത തൈരാണോ എനിക്കറിയത്തില്ല. ഞാൻ എടുത്തിരിക്കുന്നത് പുളിയുള്ള തൈരാണ്. ഇനി പുളിയില്ലാത്ത തൈരാണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കഴിക്കാനുള്ളതുകൊണ്ട് പുളിയുള്ള തൈര് എടുത്ത് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത് കൂടുതൽ ഒഴിച്ചു കൊടുക്കാതെ പ്രത്യേക ടേസ്റ്റ് ആക്കി ഇരിക്കട്ടെ. അതെടുത്തേക്കല്ലേ മൊത്തം എടുത്തേക്കാം. പെട്ടെന്നാ ഓക്കെ മൊത്തം എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു പിടി മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് അങ്ങനെ പലയിടത്തും പല രീതിയാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ മല്ലിച്ചീര എന്നാട്ടാ പറയുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ കടയിൽ പോയപ്പോൾ നമുക്കൊരു ബേക്കറി ഉണ്ട്. കടയിൽ പോയപ്പോൾ ഞാൻ അടിച്ചു മാറ്റി കേട്ടാ. എന്തായാലും ഇപ്പൊ ഉപകാരപ്പെട്ടില്ലേ? ബട്ടർ മേടിക്കണമെന്നില്ലല്ലോ. പെട്ടെന്ന് ഇതാ പറയുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. എപ്പോഴാ എന്താ വരുന്നതെന്ന് അറിയില്ല. നമുക്കൊന്ന് മുറിച്ചെടുക്കും. മതിയായിട്ട് പൊന്നിന് നമുക്ക് മുറിക്കാം. വേറെ കാര്യം, നമ്മുടെ ചിക്കൻ മറന്നു കേട്ടാ. ചിക്കൻ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. മൊത്തത്തിലിട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ഫ്രഷ് ക്രീമും
തൈരും നമ്മുടെ ചിക്കനും കുരുമുളക് പൊടി എല്ലാം കണ്ടിട്ട് കൺട്രോൾ പോണ കേട്ടാ. ഇന്നാളൊരു പ്രോൺസിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടാ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര എന്താ പറയണ്ട നല്ല രീതിയിൽ ഒന്ന് വീഡിയോ ചെയ്ത് ഇടാൻ പറ്റില്ലെന്ന്. വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ അതൊന്നും കൂടി ഇടാം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഓറഞ്ച് പിണിങ്ങി കേട്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും ഫ്രഷ് ക്രീമും ചിക്കനെല്ലാം അവിടെ മിക്സ് ചെയ്ത് വരുമ്പോൾ സാറേ ഇത് വേറെ ലെവലായിരിക്കും. വീട്ടിൽ എന്തുണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് നോക്കുന്നത് ഞാനാണ്. ഉപ്പ്, പുളി, മസാല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നോക്കി പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. എനിക്ക് തൃപ്തിയാണെങ്കിൽ എനിക്ക് അവരൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇതൊന്ന് ടേസ്റ്റ് നോക്കാവേ. എന്താണ് ഉപ്പാണോ കുരുമുളക് പൊടിയാണോ? കുരുമുളക് പൊടി ഇടണം. കാരണം ആ കുരുമുളകിന്റെ ഒരു കുത്തലുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുണ്ട്. പിന്നെ പുളി ഇല്ലാത്ത തൈരാണോ പുളി ഉള്ള തൈരാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിന്റെ ലേശം പുളി എനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ അത് ടേസ്റ്റ് ആയിരിക്കും. പുളി ഇല്ലാത്ത ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടാ. എന്നാലും നമ്മുടെ സംഭവം റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരിക, പൊറോട്ടയുടെ അടിക്കുക. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. ഓൾറെഡി ചിക്കൻ കുക്കായിട്ടിരിക്കും. പിന്നെ ക്രീമൊക്കെ ഇട്ട് ഒരുപാട് തിളപ്പിച്ചാൽ നമ്മുടെ പിന്നതുപോലെ ആയിപ്പോൾ. ഇപ്പം നമ്മുടെ സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിച്ചപ്പൊക്കെ ഇതിന്റെ പുറത്തോട്ട് ഇടാൻ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ. നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. റെഡിമോഡ് പൊറോട്ട ഉണ്ടാക്കാൻ സമയമായിരുന്നു. നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ച് ഉണ്ടാക്കിയ സാധനമാണ്. എന്തായാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പൊറോട്ട അതിങ്ങനെ പിച്ചെടുത്ത് ഇവിടെ ആ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, ആ സ്പെഷ്യൽ ഐറ്റം അതിങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് കൊണ്ട് കേട്ടോ. അതിങ്ങനെ എടുത്ത് ഒരു രക്ഷയിലുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ക്രീമി, അതായത് നമ്മുടെ എന്തുവാ പറയുന്നത്, ഗ്രേവി അല്ലേ, ആ ഗ്രേവി ഇച്ചിരി നീട്ടി വെക്കാൻ ശ്രമിക്കുക. കാരണം ആ ഗ്രേവിയിലായിരിക്കുന്ന മൊത്തം ഒരു രക്ഷയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കൊതിയന്മാര് ഒന്നാത്താവാ എങ്ങോട്ടാ സൂപ്പറെന്ന് പറഞ്ഞേ. പാത്തുവാ ഒരു പാത്തു നോക്കി ഒരു ചീട പൊളിക്കുന്ന എങ്ങോട്ട് പാത്തു അത് നോക്കി പറ. സൂപ്പർ. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ എന്തുവാ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ അറിയിക്കണം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതിൻ്റെ എന്തുവാ പ്രൊപ്പറേറ്റർ കൊടുക്കാം. പ്രൊപ്പറേറ്റർ എങ്ങനെയാണ് നോക്കി എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറഞ്ഞ ഗ്രേവി നീട്ടി വരാം വരാം. അവസാനം നമ്മൾ ബട്ടർ ചേർത്തോണ്ടായിരിക്കും ലേശം ഉപ്പ് തോന്നിക്കുന്നത്. അങ്ങനെ മുളക് പിന്നെ ചതച്ച മുളകായിരിക്കും ഒന്നും കൂടെ തരാം. അത് ശരിയാണ്. ചതച്ച കുരുമുളക് ഇട്ടതിന് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.